ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ കറിയും നാടൻ കറിയിലെ ടേസ്റ്റ് കൂട്ടാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. നാടൻ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് പപ്പായ ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് പാർട്ട് എടുത്തിട്ട് തൊലിയൊക്കെ പീൽ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം പപ്പായ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളിയും അതുപോലെ സവാളയാണ്, പിന്നെ 2 പച്ചമുളകും എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച പപ്പായ എല്ലാം മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാടൻ കറിക്ക് മൺചട്ടി ഉപയോഗിക്കാൻ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് എടുത്തു വെച്ച സവാള നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ തക്കാളിയും സ്ക്വയറായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളക് എടുത്തു വെച്ചതും നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു വെച്ച പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് അതിൻ്റെ പപ്പായ എല്ലാം ലെവല് കണക്ക് രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ തിരുമ്മിയിട്ട് കൊടുക്കുന്നു. അതിലേക്ക് 4 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഒരു ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിക്കുന്നുണ്ട്. ചെറിയ ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഒന്ന് ഉടച്ചു നോക്കിയപ്പോൾ അത് നന്നായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകത്തില്ല. നമ്മൾ പുളിയൊക്കെ നേരത്തെ ചേർത്തുകൊണ്ട് അങ്ങ് വെന്ത് ഉടഞ്ഞങ്ങ് പോകത്തില്ല. പക്ഷേ അത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ശകലം വെള്ളമോടെ വേണം. അപ്പം മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളമോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തണുത്ത വെള്ളം ഇനി ഒഴിക്കാൻ പാടില്ല. കാരണം നമ്മുടെ കറി 1/4 ഭാഗത്തോളം ആയതാണ്. ഇനി തണുത്ത വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ശകലം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പ് നോക്കുമ്പോൾ ശകലം ഉപ്പൂടെ വേണമായിരുന്നു. അപ്പോൾ ആ ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഒരു തിള വരും. ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. നമ്മുടെ കറി ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഒരു തിള തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. ഇനി പിന്നെ നമുക്ക് കടുക് വറുത്തിടണം. ഇനി കടുക് വറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് കൊടുത്തു. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. AC-യുടെ തണുപ്പ് കാരണമാണ് അത് കട്ടായിട്ടിരിക്കുന്നത്. അത് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ താഴെ കടുക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 10 സീഡോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്താൽ നമ്മുടെ നാടൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കടുക് വറുക്കുന്ന സമയത്ത് ആ കടുവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 10 സീഡ് മതി. ഉലുവ സീഡ് കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇടണം. ഇത് നമ്മുടെ നാടൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്സാണ്.
അപ്പോൾ ഞാനിത് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേ കടുക് വറുത്തത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കണം. കടുക് വറുത്തതിൻ്റെ ഫ്ലേവർ നമ്മുടെ കറിയിലോട്ട് ഇറങ്ങാനായിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അങ്ങനെ അടിപൊളി ടേസ്റ്റിലൊരു നാടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഒരു നല്ല ടേസ്റ്റാണ്. നമുക്ക് പിന്നെ വേറെ കറികളൊന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി ഒരു പറ ചോറുണ്ണ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.